പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ഠരര് രാജീവരരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കും. നിലവിലെ തന്ത്രി കണ്ഠരര് രാജീവരരുടെ ആവശ്യം ദേവസ്വം ബോർഡ് പരിഗണിച്ചെന്നാണ് വിവരം. ബ്രഹ്മദത്തൻ തന്ത്രിയാകുന്നതിൽ ബോർഡിന് എതിരഭിപ്രായമില്ല. ബോർഡ് തീരുമാനം ഹൈക്കോടതി അറിയിക്കും. ദേവൻ MP വിവരങ്ങളുമായി ചേർന്നുണ്ട്. ദേവൻ, ഈ പറഞ്ഞതുപോലെ തന്നെ തന്ത്രി കണ്ഠരര് രാജീവരർ അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണമാണ് ദേവസ്വം ബോർഡിനോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്, തൻ്റെ മകനെ പിൻഗാമിയാക്കണം എന്നുള്ളത്. അതിൽ സമൂഹത്തിൽ വലിയ ചർച്ചകളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് തന്ത്രിക്കൊപ്പമാണ്. തീർച്ചയായും ചെയ്തു. നിലവിൽ ശബരിമല തന്ത്രിയായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിപ്രായത്തിനോട് അല്ലെങ്കിൽ ആ നിർദ്ദേശത്തിനോട് യോജിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ തന്നെ തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തന്ത്രി കണ്ഠരര് രാജീവര് ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. പകരം മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഒരു അനുകൂലമായ ഒരു തീരുമാനമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന് തന്നെ ശബരിമല തന്ത്രിയായി തുടരാൻ ഇപ്പോൾ ബോർഡ് അനുമതി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ബ്രഹ്മദത്തിനെതിരെ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ എതിരഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഉയർന്നു കേട്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം അതിന് യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രി കണ്ഠരര് രാജീവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം പരിഗണിക്കുന്നു അല്ലെങ്കിൽ അതിന് അനുമതി നൽകുന്നു എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ കോടതിയുടെ കൂടി ഒരു അനുമതി തേടേണ്ട സാഹചര്യമുണ്ട്. പലപ്പോഴും ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ പിന്നീട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹൈക്കോടതിയെ തീരുമാനം അറിയിക്കും. ഹൈക്കോടതിയുടെ കൂടി അറിവോടുകൂടി ആയിരിക്കും ഈ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുക. നിലവിൽ ഏതായാലും കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാകുന്നതിൽ ബോർഡിന് എതിരഭിപ്രായമില്ല എന്നുള്ളൊരു കാര്യമാണ് ബോർഡ് വ്യക്തമാക്കുന്നത്.